ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി എടുത്തിട്ടുള്ളവരുടെ 5th സെം പേപ്പറായ ഡൂയിങ് ഓറൽ ഹിസ്റ്ററി എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 ബ്ലോക്കുകളാണ് അതിലുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരാം. പല സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട് കേട്ടോ. മലയാളം, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറുകൾ ഉണ്ടാവുമല്ലോ, അത് BA ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പേപ്പറുകൾ, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് സോഷ്യോളജി, സൈക്കോളജി, ഹിസ്റ്ററി, പിന്നെ പൊളിറ്റിക്സ് കേട്ടോ. അത്രയും സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് അവിടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഡൂയിങ് ഓറൽ ഹിസ്റ്ററി എന്നതിൽ സെക്കൻഡ് ബ്ലോക്ക് വരുന്നത് സോഴ്സസ് ആൻഡ് മെത്തേഡ്സ് ആണ്. സോഴ്സസ് ആൻഡ് മെത്തേഡ്സ്, അതിന് അതായത് ഓറൽ ഹിസ്റ്ററിക്കുള്ള മെത്തേഡുകളും രീതികളും അതേപോലെ തന്നെ സോഴ്സസ്, അതിന് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളും ഉറവിടങ്ങളും കേട്ടോ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഓറൽ ടെസ്റ്റിമണീസാണ്. അതിൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് വരുന്ന പ്രധാനപ്പെട്ടത് പീറ്റർബർഗ്സ് തിയറി ഓഫ് സോഷ്യൽ മെമ്മറി. പീറ്റർബർഗിൻ്റെ സോഷ്യൽ മെമ്മറി സിദ്ധാന്തം ഇതെങ്ങനെയാണെന്ന് വിശകലനം ചെയ്യാനൊക്കെയാണ് ചോദിക്കൽ കേട്ടോ. നോക്കുക, പീറ്റർബർഗ് സമൂഹ ചരിത്രത്തെയും സോഷ്യൽ മെമ്മറിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചരിത്രബോധം സമൂഹത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, കൈമാറ്റപ്പെടുന്നു, മാറ്റം വരുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രമുഖ ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മെമ്മറി സിദ്ധാന്തം സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മെമ്മറി എന്ന ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മ ഒരു വ്യക്തിപരമായ അനുഭവം എന്നതിലുപരി സാമൂഹിക സാംസ്കാരിക നിർമ്മിതിയാണ് എന്നുള്ളത്. ഓർമ്മ ഒരു വ്യക്തിപരമായ അനുഭവം എന്നതിലുപരി സാമൂഹിക സാംസ്കാരിക നിർമ്മിതിയാണ്. സമൂഹങ്ങൾ പഴയ സംഭവങ്ങളെ തിരഞ്ഞെടുക്കുകയും അവയെ ആഘോഷമാക്കുകയോ മറക്കുകയോ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് ആ സിദ്ധാന്തത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഓർമ്മകൾ കുടുംബം, മതം, വിദ്യാഭ്യാസം, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, സ്മാരകങ്ങൾ എന്നിവ മുഖേന കൈമാറ്റപ്പെടുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനി ഓർമ്മയുടെ തിരഞ്ഞെടുക്കൽ സ്വഭാവം അദ്ദേഹം പറയുന്നുണ്ട്. ബർക്കിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക ഓർമ്മ പൂർണ്ണമായി ചരിത്രം സംരക്ഷിക്കുന്നില്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ക്രമീകരിച്ച, പലപ്പോഴും രാഷ്ട്രീയ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിലാണ് അത് നിലനിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിലെ ഭരണകൂടം, സമൂഹത്തിലെ പ്രബല വർഗങ്ങൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ ഏത് സംഭവങ്ങൾ ഓർക്കപ്പെടണം അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടണം, ഏത് സംഭവങ്ങളെ മറക്കപ്പെടണം എന്നത് തീരുമാനിക്കുന്നതാണ്. ഓർമ്മയുടെ രൂപീകരണ മാർഗങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പീറ്റർബർഗ് ചൂണ്ടിക്കാണിക്കുന്നത് കഥകൾ, പാട്ടുകൾ, ജനകീയ കഥകൾ എന്നിവ ഉൾപ്പെടുന്ന വാചിക പരമ്പരാഗതം, അതുപോലെ തന്നെ ക്രോണിക്കുകൾ, ദിനപത്രങ്ങൾ, ജീവചരിത്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന എഴുത്ത് രേഖകൾ, പിന്നെ സ്മാരകങ്ങൾ, കലാരൂപങ്ങൾ, ചടങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്ന ചിഹ്നാത്മക രൂപങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അക്കാദമിക് ചരിത്രരചനയും ഉൾപ്പെടുന്ന സ്ഥാപിത ചരിത്രം. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഓർമ്മയും ശക്തിയും ഓർമ്മയും അതിൻ്റെ ഭാഗമാണ്, സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ്. ശക്തിയും ഓർമ്മയ്ക്കും അധികാരത്തിനും ഇടയിൽ അടുത്ത ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പീറ്റർബർഗ് പറയുന്നത്. ഭരണകൂടങ്ങൾ ചരിത്രത്തിൻ്റെ ഔദ്യോഗിക പതിപ്പ് പ്രചരിപ്പിക്കും. ചിലപ്പോഴൊക്കെ സാമൂഹിക മറവിയും ഉണ്ടാക്കപ്പെടും. അനിഷ്ടകരമായ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സംഭവങ്ങളെ അല്ലെങ്കിൽ തോറ്റവരുടെ ചരിത്രം മറക്കപ്പെടും അല്ലെങ്കിൽ അത് മാറ്റിവെക്കപ്പെടും. സോഷ്യൽ മെമ്മറിയുടെ സ്വഭാവം പറയുന്നുണ്ട് അദ്ദേഹം. ഡൈനാമിക്കാണ്. ഒന്നാമത് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മാറുന്നതാണ്. ഓരോ തലമുറയും പുതിയ രീതിയിൽ പഴയ സംഭവങ്ങളെ വ്യാഖ്യാനിക്കും. രണ്ടാമത്തത് പ്ലൂരലാണെന്ന് അദ്ദേഹം പറയുന്നു. സമൂഹത്തിൽ പല വിഭാഗങ്ങൾക്കും വ്യത്യസ്ത ഓർമ്മകൾ ഉണ്ടാകും. പിന്നെ വിവാദാത്മകമാണ്. ഓർമ്മകളെപ്പറ്റി സമൂഹത്തിനകത്ത് പലപ്പോഴും അഭിപ്രായ ഭിന്നതകളും സംഘർഷങ്ങളും ഉണ്ടാകും. പിന്നെ ആ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പീറ്റർബർഗിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ചരിത്രം പഠിക്കുമ്പോൾ ഓർമ്മ ചരിത്രവും ആധാര രേഖകളുടെ ചരിത്രവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാം. സാമൂഹിക ഓർമ്മയുടെ പഠനം ജനകീയ സംസ്കാരം, ദേശീയത, മതചരിത്രം, രാഷ്ട്രീയ പ്രചാരണം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കും. ഇതിലൂടെ ചരിത്രം ആരുടേതാണ് എന്ന ചോദ്യം ഉയർന്നു വരും. ഓർമ്മ നിർമ്മിക്കുന്നവരുടെ അധികാരവും ഉദ്ദേശവും വിശകലനം ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇനി ഇതിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡിസൈൻ ആൻ ഓറൽ ഹിസ്റ്ററി പ്രോജക്റ്റ് ഇൻക്ലൂഡിങ് ചൂസിങ് എ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് ആൻഡ് തീം.
ഒരു ചരിത്ര സംഭവവും പ്രമേയവും തിരഞ്ഞെടുത്തിട്ട് വാമൊഴി ചരിത്ര പദ്ധതി രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കണതിന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചരിത്ര പ്രമേയം നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരു ചരിത്ര പ്രമേയം ചരിത്ര സംഭവം തിരഞ്ഞെടുത്തിട്ടാണല്ലോ പറഞ്ഞത്. ചരിത്ര പ്രമേയം നമുക്ക് എടുക്കുന്നത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ജനാനുഭവങ്ങൾ എടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ജനാനുഭവങ്ങളെ നമ്മൾ ഒരു ചരിത്ര സംഭവമായിട്ട് എടുത്താൽ വാമൊഴി ചരിത്ര പദ്ധതി രൂപകൽപ്പന എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം പദ്ധതിയുടെ ലക്ഷ്യം കാണിക്കണം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും ശേഖരിക്കണം. പിന്നെ ഔദ്യോഗിക രേഖകൾക്കപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാധീനം എങ്ങനെ പ്രകടമായി എന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ സ്ത്രീകൾ, കർഷകർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ തുടങ്ങിയ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ ശബ്ദം രേഖപ്പെടുത്തുക. അതായത് അവർക്ക് പറയാനുള്ളത് എന്താണോ അത് രേഖപ്പെടുത്തി വെക്കണം. ഇനി ഗവേഷണ ചോദ്യങ്ങളാണ് അടുത്തത് വരുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ എങ്ങനെ കണ്ടു ഒരു ചോദ്യമായിട്ട് എടുക്കാം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് അന്നത്തെ പ്രതിഷേധ രീതികൾ, ബ്രിട്ടീഷ് അടിച്ചമർത്തൽ, അറസ്റ്റ്, കലാപം എന്നിവയെ ജനങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ അതിനെയൊക്കെ ഓർത്തു വെക്കുന്നത്. ഇതിനെ അന്നത്തെ പ്രതിഷേധ രീതികൾ, ബ്രിട്ടീഷ് അടിച്ചമർത്തൽ, അറസ്റ്റ്, കലാപം എന്നിവയൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് സ്ത്രീകളുടെ പങ്കും യുവജനങ്ങളുടെ പങ്കും എന്തായിരുന്നു. സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും പങ്ക് എന്തായിരുന്നു. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് പ്രസ്ഥാന കാലത്ത് ദൈനംദിന ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം, നിത്യേനയുള്ള ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്. ഇനി സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കല. അതിന് വേണ്ടിയിട്ടുള്ള സ്രോതസ്സുകൾ 80-നും 100-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം അതിനടുത്ത് പ്രായമുള്ളവർ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു തരുന്ന ഓർമ്മകൾ, അതൊരു സ്രോതസ്സാണ്. പിന്നെ ഗ്രാമനഗര മേഖലകളിൽ നിന്നുള്ള സാക്ഷികൾ, അതോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവർ, അതോ അല്ലെങ്കിൽ ആ സംഭവത്തെ കണ്ടവർ, അവരെ നമുക്ക് സ്രോതസ്സായിട്ട് എടുക്കാം. പിന്നെ കുടുംബ പരമ്പരാഗത കഥകൾ, പ്രാദേശിക പാട്ടുകൾ, പഴയ കത്തുകൾ, ഡയറി കുറിപ്പുകൾ എന്നിവയെ നമുക്ക് സോഴ്സായിട്ട് എടുക്കാം. പിന്നെ ഡാറ്റ എങ്ങനെ ശേഖരിക്കാം. ഡാറ്റ ശേഖരണ രീതിയാണ് വരുന്നത്. സമീപന രീതിയാണ് ഒന്നത്. അർദ്ധസംഘടിത അഭിമുഖങ്ങൾ നടത്തുക. പിന്നെ മാധ്യമമാണ് മറ്റൊന്ന്, അതായത് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ. പിന്നെ ഭാഷ, പ്രാദേശിക ഭാഷയിൽ പിന്നെ തുടർന്നിട്ട് അതിനെ നമുക്ക് വിവർത്തനം ചെയ്യാം ആ രീതിയിൽ. പിന്നെ പൂർവ്വ തയ്യാറെടുപ്പ്, ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെക്കുക. അതൊക്കെയാണ് ഡാറ്റ ശേഖരണ രീതി, അല്ലെങ്കിൽ ഡാറ്റ ശേഖരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൽ നീതിപരമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ്. അഭിമുഖദാതാവിൻ്റെ പരിഗണന കൊടുക്കണം. പിന്നെ സ്വകാര്യതയും മാന്യമായ അവതരണവും ഉറപ്പുവരുത്തണം. റെക്കോർഡിങ്ങുകൾ കുടുംബത്തിനും സമൂഹത്തിനും ലഭ്യമാകുന്ന രീതിയിൽ സംരക്ഷിക്കണം. ഇനി ഡാറ്റ വിശകലനം എങ്ങനെയാണ്. അഭിമുഖങ്ങൾ, ട്രാൻസ്ക്രിപ്ഷൻ, പിന്നെ ആവർത്തിക്കുന്ന തീമുകൾ കണ്ടെത്തുക, പിന്നെ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ അനുഭവങ്ങളെ താരതമ്യം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് ചോദിച്ചാൽ സമയം കടന്നുപോയത് കൊണ്ട് ഓർമ്മകൾ മങ്ങിയിരിക്കും. നമ്മളത് നമ്മുടെ മനസ്സിൽ വേണം ആ സമയത്ത്. പിന്നെ ചിലപ്പോൾ വ്യക്തിഗത ഓർമ്മയും ചരിത്ര സത്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അഭിമുഖദാതാക്കളുടെ ആരോഗ്യവും പ്രായാധിക്യവും തടസ്സം സൃഷ്ടിക്കും. ഇനി പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ, ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ, ഒന്ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങളുടെ ചരിത്രം ലഭ്യമാകും. പിന്നെ ഔദ്യോഗിക രേഖകളിൽ കാണാത്ത വ്യക്തിഗത അനുഭവങ്ങളും സാമൂഹിക ഓർമ്മകളും പുറത്തു വരും. പിന്നെ മറ്റൊന്ന് ഭാവിയിലേക്കായിട്ടൊരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ശേഖരം സൃഷ്ടിക്കാൻ അതുവഴി സാധ്യമാകും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, താങ്ക്സ്.